ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സക്കുലൻസിനെയും കാക്ടസിനെയും പറ്റിയിട്ടാണ് കേട്ടോ. ഈ സക്കുലൻസിനെയും കാക്ടസിനെയും കെയർ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് കേട്ടോ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സക്കുലൻസും കാക്ടസും വളർത്തിയെടുക്കാൻ പറ്റും. പേഴ്സണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടം എന്ന് പറയുന്നത് സക്കുലൻസ് തന്നെയാണ്. കാരണം എന്തോരം ഭംഗിയുള്ള വെറൈറ്റീസ് ഉണ്ടെന്നറിയോ. അതേപോലെ തന്നെ പല കളറിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സക്കുലൻസ് ഉണ്ട് കേട്ടോ. കാക്ടസ് എനിക്ക് അത്രയധികം അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇത് രണ്ടും വളർത്തിയെടുക്കാൻ നല്ല ഈസിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലർക്കും ഇഷ്ടം സക്കുലൻസ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്ലാന്റ്സ് നഴ്സറിയിൽ നിന്നല്ലെന്നുണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ സക്കുലൻസ് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്ക് അതങ്ങ് ചീഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റ് പ്ലാന്റ്സ് എന്തോരം കഷ്ടപ്പെട്ടിട്ടല്ല വളർത്തിയെടുക്കുന്നത്, എന്നിട്ട് അതിന് ഒരുപാട് രോഗങ്ങളും വരും, കീടങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ പെസ്റ്റിസൈഡായി ഫംഗിസൈഡായി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പുറകെ നടക്കാറുണ്ട്. എന്നാലും ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ സക്കുലൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാക്ടസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് അങ്ങനെ വലിയ രോഗങ്ങളും കീടങ്ങളും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ബഗ്സ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് കെയറും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സക്കുലൻസ് വെറൈറ്റീസ്. നല്ല ക്യൂട്ടല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മുടെ ഈ സക്കുലൻസ് അല്ലെങ്കിൽ കാക്ടസ് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് അല്ല കേട്ടോ. എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, നല്ല വെളിച്ചം കിട്ടുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിത് ഇൻഡോറിലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണികളിലൊക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കണമെന്നൊന്നുമില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരിടത്ത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ മഴ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഔട്ട്ഡോറിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കരുത്. കാരണം ഇതിലേക്ക് ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോകും, നമുക്കിത് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പം വെള്ളം വീഴാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ വെട്ടം കിട്ടുന്നൊരിടത്ത്, അതുപോലെ തന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് എന്ന് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് വെയിലിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് അതിന് പറ്റുന്ന ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് വേണം, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന പോട്ടാണ്. അപ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, അതായത് നല്ല സ്പേഷ്യസ് ഉള്ള, ഒരുപാട് ഇങ്ങനെ ഹൈറ്റ് വേണ്ട, കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പോട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് നല്ല രീതിയിൽ അതിൻ്റെ ലീഫിൽ നിന്ന് വീണ്ടും കുഞ്ഞുങ്ങളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ ചിലപ്പോൾ അടർന്ന് വീണിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചില സക്കുലൻസിന് സൈഡിൽ നിന്ന് തന്നെ വീണ്ടും ബേബീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ഉള്ളൊരു പോട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ട് ഒരുപാട് വലിപ്പമുള്ള പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കൂടുതലും എൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ചെറിയ ചെറിയ പോട്ടുകളിൽ തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് സക്കുലൻസ് വളർത്താൻ പരിചയമുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പോട്ടുകളിലാണെങ്കിലും വെക്കാൻ പറ്റും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാകുമ്പം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സക്കുലൻസ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പം അവിടുന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറിൽ തന്നെയായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അത് നന്നായിട്ട് വളർന്ന് കിട്ടില്ല. അതിപ്പോൾ സക്കുലൻസ് എന്നല്ല, ഏതൊരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോട്ടി മിക്സിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ 1 മാസത്തോളമൊക്കെ മാക്സിമം ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പതിയെ പതിയെ ആ ഒരു പ്ലാന്റ് നശിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി ഈ പ്ലാന്റിനനുസരിച്ച് കൊടുക്കുക തന്നെ വേണേ. അപ്പോൾ സക്കുലൻസിന് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് വേണം ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ മണലില്ലേ, അതായത് റിവർ സാൻഡ്, അതും അതുപോലെ തന്നെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ എല്ലാ ആളുകൾക്കും റിവർ സാൻഡ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറും കമ്പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും, ഇപ്പോൾ ചകിരിച്ചോറായാലും കമ്പോസ്റ്റ് ആയാലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, ഈസി ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങനെ ചകിരിച്ചോറ് വേണ്ട, പക്ഷേ ചകിരിച്ചോറ് നല്ലതാണ് കേട്ടോ. വേരോട്ടം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഇത് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ചകിരിച്ചോറ് ഒരുപാട് നല്ലതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണോ പോട്ടി മിക്സിനുള്ളത് അതിനനുസരിച്ച് പോട്ടി മിക്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ട് പോകുന്ന തരത്തിൽ വേണം, അതായത് വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന തരത്തിൽ വേണം പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും കമ്പോസ്റ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും മാത്രം നിങ്ങളിലുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. കുറച്ച് ചരൽ കൂടിയ മണ്ണാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടറിങ് ആണ് കേട്ടോ. ഈ ഒരു കാര്യത്തിലാണ് മിക്ക ആളുകൾക്കും അബദ്ധം പറ്റുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകുന്നതും. അപ്പോൾ വാട്ടറിൻ്റെ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴാണോ വാട്ടർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക. പോട്ടി മിക്സ് നല്ല രീതിയിൽ നനയുന്ന പോലെ തന്നെ നനച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലാതെ വാട്ടർ അതിനുള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ചേഞ്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോവേ. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ എപ്പോഴാണോ വാട്ടർ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോട്ടി മിക്സ് നന്നായിട്ട് ഡ്രൈ ആവണം. അന്നേരം മാത്രമേ നമ്മൾ വാട്ടറിങ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും മണ്ണിൻ്റെ നനവ് നോക്കിയതിന് ശേഷം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ ചില സമയത്താണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും, അടിഭാഗം നനഞ്ഞതിനായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്കത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ആ പോട്ടി മിക്സിലൊന്ന് കുത്തി നോക്കുക. അപ്പം ആ പോട്ടി മിക്സിൽ കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടിഭാഗത്ത് നനവുണ്ടെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിരലുകൊണ്ടാണെന്നെങ്കിലും ജസ്റ്റ് ആ പോട്ടി മിക്സിലേക്ക് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ അടിഭാഗത്ത് ഇങ്ങനെ നനവുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുത്തിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ കുത്തി വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ മണ്ണും ചെളിയും എല്ലാം നമ്മുടെ ആ ഒരു പ്ലാന്റിലേക്ക് വീഴും. ഒന്ന് പ്ലാന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി നഷ്ടമാവും. അതേപോലെ തന്നെ മണ്ണിലുള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെടിയിലേയും കൂടെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് പോട്ടി മിക്സിൽ മാത്രം ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ലീഫിലൊക്കെ വെള്ളം ഒഴിക്കാതെ തന്നെ ശ്രദ്ധിക്കാം. പോട്ടി മിക്സ് നനയുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വീക്ക്ലി വൺസ് എന്ന കണക്കിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ പോട്ടി മിക്സ് ഡ്രൈ ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം. ചില സമയത്ത് നമുക്ക് ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ഉള്ളിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊന്ന് പോട്ടി മിക്സ് ഡ്രൈ ആയി പോയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷേ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് വെക്കണമെന്നൊന്നുമില്ല. ഇൻഡയറക്റ്റായിട്ട് നല്ല രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ കുറച്ച് ചൂടുള്ള ഒരു ഏരിയയിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ സൺബേണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് ഇങ്ങനെ ഇലയൊക്കെ പൊള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സൺബേൺ ആയിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഭംഗി നഷ്ടമാവും. അതുപോലെ പ്ലാന്റ് ചിലപ്പോൾ നശിച്ചു പോവുകയും ചെയ്യുവേ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇൻഡോറിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാനായിരിക്കും കൂടുതൽ നല്ലത്. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഇതിനാവശ്യമാണ് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ ലൈറ്റും ഇതിനാവശ്യമാണ്. അപ്പം ഇൻഡോറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് നട്ടുച്ച സമയത്തൊന്നുമല്ല കേട്ടോ, ഒരു രാവിലെ സമയത്തൊക്കെ ഒരു നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന പോലെ ബാൽക്കണിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡിൽ എവിടെ നിന്നുണ്ടെങ്കിലും, അതായത് ഷെയ്ഡിലായിട്ട് കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ നല്ല രീതിയിൽ അതിനൊരു എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റും കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. വീക്ക്ലി വൺസ് എന്ന രീതിയിൽ നമ്മൾ പുറത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ അടുത്ത് വീണ്ടും ഇൻഡോറിൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമേ. അതേപോലെ തന്നെ മറ്റ് ചെടികളെ പോലെ അധികം രോഗങ്ങളും കീടങ്ങളും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അധികം നല്ല അങ്ങനെ ഒട്ടും തന്നെ ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ വേണമെന്നുള്ളത്. അപ്പോൾ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫംഗൽ ഡിസീസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടുന്ന പോലെ വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സക്കുലൻസ് നല്ല കളർഫുള്ളാണ്. ലീഫിൻ്റെ അറ്റത്ത് പല കളറിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത് സൺലൈറ്റ് കൊണ്ടാവുന്ന ഒരു റിയാക്ഷൻ മൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സക്കുലൻസിന് അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം എന്ന് വെച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട കേട്ടോ. അതേപോലെ തന്നെ വിൻ്റർ ടൈമിൽ, ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ സക്കുലൻസിന് അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവില്ല. സമ്മർ ടൈം അതുപോലെ തന്നെ സ്പ്രിംഗ് ടൈം, ആ ഒരു ടൈമൊക്കെയാണ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സമ്മർ ടൈമാണ് കൂടുതലും ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താലും മതി. ഈ വിൻ്റർ ടൈമിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ 3 months വൺസ് 6 months വൺസ് എന്ന രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെർട്ടിലൈസ് കൊടുത്താൽ മതി. അങ്ങനെ മറ്റു പ്ലാന്റ്സിനെ പോലെ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഒന്നും ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിന്.
അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ലോങ് ടൈം ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ്, അതായത് 1.5 വർഷം 2 വർഷം ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സക്കുലൻറ്റ്, അത് നമ്മൾ ശരിക്കും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് 2 വർഷമൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റിന് നല്ല രീതിയിൽ ഗ്രോത്ത് അങ്ങോട്ട് ആവുന്നില്ല, പിന്നെ അത്ര ഒരു ഭംഗിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ടാപ്പ് വാട്ടർ അല്ലേ കൂടുതൽ ഒഴിക്കാറുള്ളത്. അപ്പോൾ അതിലുള്ള ഡേർട്ടും കാര്യങ്ങളും നമ്മുടെ ആ ഒരു പ്ലാന്റിനെ ഹാംഫുൾ ആക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 വർഷമൊക്കെ കഴിഞ്ഞ പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ പോട്ടി മിക്സ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓവർ വാട്ടറിങ് ഒരിക്കലും പാടില്ല. ഓവർ വാട്ടറിങ് ആണ് ശരിക്കും നമ്മുടെ പ്ലാന്റ് നശിപ്പിച്ച് കളയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഈസിയാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള, നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മുമ്പേ പറഞ്ഞ രീതിയിലുള്ളൊരു പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സക്കുലൻസിൻ്റെ ചോട്ടിൽ തന്നെ അതിൻ്റെ ലീഫ് അടർന്ന് വീണിട്ട് അതിൽ നിന്ന് വീണ്ടും കുഞ്ഞുങ്ങളെ കിട്ടും. അതെല്ലാം നമുക്ക് കുറച്ചധികം പ്ലാന്റ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സക്കുലൻസിൻ്റെ അടിഭാഗത്തുനിന്ന് ഏറ്റവും അടിയിൽ നിൽക്കുന്ന ലീഫ് ശരിക്കും ജസ്റ്റ് ഒന്നിങ്ങനെ പിരിക്കുക. അതായത് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ലീഫ് അടർത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ പോട്ടി മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കുത്തി വയ്ക്കുകയൊന്നും വേണ്ട, വെറുതെ ഇതായി കാണുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും പോട്ടി മിക്സ് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഡ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ആ ഒരു ലീഫിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള വെള്ളം അതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവും, നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, ലീഫിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ നല്ല ഈസിയാണ്. മറ്റ് പ്ലാന്റ്സിൻ്റെ അത്രയധികം കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കും സക്കുലൻസ് ആയാലും കാക്ടസ് ആയാലും വളർത്തിയെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പോട്ടി മിക്സ്, പിന്നെ സെലക്ട് ചെയ്യുന്ന പോട്ട്, അതേപോലെ തന്നെ വാട്ടറിങ്, പിന്നെ ഓവർ വാട്ടറിങ് ഒരിക്കലും പാടില്ല, പിന്നെ സൺലൈറ്റ്, എയർ സർക്കുലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കും വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇഷ്ടമായോ വീഡിയോ? എങ്ങനെയുണ്ട്? എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല കളർഫുള്ളാണ്, നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന്. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ സക്കുലൻസ് അല്ലെങ്കിൽ കാക്ടസ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും പ്ലാന്റ് നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുക. ഈ കാര്യങ്ങളനുസരിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അത് സൂപ്പറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം ഏതെങ്കിലും വീഡിയോ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം, അതായത് ഏതെങ്കിലും പ്ലാന്റ്സിനെ പറ്റിയിട്ട് അറിയണം, അല്ലെങ്കിൽ ഫെർട്ടിലൈസറിന്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.